प्रोक्तो विबुधैर्विस्तरो मया विबुधैर्विस्तरो मया विबुधैर्विस्तरो मया नान्दोऽस्ति मम दिव्यानां विभूतीनां परन्तप एष तद्देशदा प्रोक्तो विभूतेर्विस्मयो विस्मरो मया विस्तरो मया नान्दोऽस्ति मम दिव्यानां विभूतीनां परन्तप एष तद्देशदा प्रोक्तो विभूतेर्विस्तरो मया नान्दोऽस्ति मम दिव्यानां विभूतीनां परन्तप एषदुद्देशदा प्रोक्तो विभूतेर्विस्तरो मया नान्दोऽस्ति मम दिव्यानां विभूतीनां परन्तप एषदुद्देशदा प्रोक्तो विभूतेर्विस्तरो मया नान्दोऽस्ति मम दिव्यानां विभूतीनां परन्तप एषदुद्देशदा प्रोक्तो विभूतेर्विस्तरो मया नान्दोऽस्ति मम दिव्यानां विभूतीनां परन्तप एषदुद्देशदा प्रोक्तो विभूतेर्विस्तरो मया परन्तप हे परन्तप मम എൻ്റെ ദിവ്യാനാം ദിവ്യങ്ങളായ വിഭൂതീനാം വിഭൂതികൾക്ക് അന്തം അവസാനം ന അസ്തി ഭവിക്കുന്നില്ല തു എന്നാൽ വിഭൂതിയുടെ ഏഷ വിസ്തര ഈ വിസ്തരണം വ്യാപിക്കുന്ന അവസ്ഥ മയ എന്നാൽ ഉദ്ദേശിച്ചത് ഉദാഹരണമായി പ്രോക്ത പറയപ്പെട്ടതാണ്. വിവർത്തനം ജയശ്രീ കി ജായ്. ശത്രുക്കളെ ജയിക്കുന്നവനെ എൻ്റെ ദിവ്യ വിഭൂതികൾക്ക് അവസാനമില്ല. ഞാൻ പറഞ്ഞതാകട്ടെ എൻ്റെ അനന്തമായ വിഭൂതികളുടെ ഒരു സൂചന മാത്രമാണ്. പരന്തപ അതായത് ശത്രുക്കളെ ജയിക്കുന്നവനെ എന്താ പറയുന്നു? നാന്തോസ്തി അന്തമില്ല, അവസാനമില്ല. നാന്തോസ്തി എന്താണ്? എന്തിനാ അവസാനമില്ലാത്ത? നമ്മ ദിവ്യാനാം വിഭൂതി, ദിവ്യങ്ങളായ എൻ്റെ വിഭൂതികൾ എന്താണ്? നാന്തോസ്തി, ഒരവസാനമില്ല. ഭഗവാൻ ചില വിഭൂതികളോട് പറയാണ് അല്ലേ? അല്പം പറഞ്ഞു, ചെറുതായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ വിഭൂതികൾക്ക് എന്താ അവസാനം ഇല്ല. എന്തുകൊണ്ടില്ല വിഭൂതി അവസാനം? ഭഗവാൻ അവസാനമില്ല, പിന്നെ ഭഗവാന്റെ വിഭൂതികളും അവസാനമില്ല. അങ്ങനെ കാര്യം. വിഭൂതി നമ്മൾ വിചാരിച്ച പോലെയല്ല എന്നർത്ഥം. നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണുന്ന പോലെയല്ല. ഭഗവാനോട് പറയുന്നു, ഞാൻ സൂര്യനാണ്, അല്ലെങ്കിൽ ചന്ദ്രനാണ്, അല്ലെങ്കിൽ ഞാൻ അശ്വത്ഥമാണ്, ആണ് പ്രഹ്ലാദൻ, നെറ്റിന്മാരിൽ ഞാൻ പ്രഹ്ലാദനാണ്, അർജുനന് ഇതിൽ പാണ്ഡവന്മാരിലെ ഞാൻ അർജുനനാണ്, എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഒന്നുമില്ലാന്ന് പറയുന്നത് അവസാനം. നാന്തോസ്തി മമ ദിവ്യാനാം വിഭൂതീനാം പരന്തപ ഏഷത്തോദ്ദേശത പ്രോക്ത. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എക്സാമ്പിൾ മാത്രമാണ്. ശരി, നമുക്ക് പഠിക്കുന്ന സമയത്ത്
ഇപ്പോൾ മാത്സിൻ്റെ ഒക്കെ ടെക്സ്റ്റ് നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഏതെങ്കിലും 1-2 എക്സാമ്പിൾ തരും. ബാക്കി പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ട്. അതൊക്കെ നമ്മൾ ഈ എക്സാമ്പിൾ പോലെ നോക്കി മനസ്സിലാക്കണം. അങ്ങനെയാണ്. അതുപോലെ ഭഗവാൻ പറഞ്ഞപ്പോൾ ഏറെക്കുറെ എല്ലാം അല്ല. നമുക്ക് തോന്നുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞു, ധാരാളം പറഞ്ഞു ഇല്ലേ. കവികളിൽ ഞാൻ ഉശന കവികളെന്ന് പറയുന്നു അല്ലേ. മൃഗങ്ങളിൽ ഞാൻ സിംഹമാണെന്ന് പറയുന്നു അല്ലേ. അതുപോലെ എന്താ ഇതിൽ ശക്തിയുടെ കാര്യത്തിൽ ഇതിൽ മല്ലാന മഷിനി എന്ന് പറയുന്നില്ലേ. മല്ലന്മാർ അത് ഗുസ്തിക്കാർ അശ്വിനി എന്ന് വെച്ചാൽ തണ്ടർ ബോൾട്ട്, അതായത് ഇടിമിന്നൽ പോലെ. അതിൽ ഞാൻ പറയുന്നുണ്ട് ആയുധങ്ങളിൽ ഞാൻ ഭദ്രായുധമാണെന്ന് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ. അപ്പോൾ അതുപോലെയാണ് എല്ലാം പറയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊക്കെ ഭഗവാനാണ്. പക്ഷേ ഈ പറയുന്ന മുഴുവൻ എന്താണ്? വിഭൂതിയുടെ ഒരു ഏഷത്വ ഉദ്ദേശത പ്രോക്ത. ഈ പറഞ്ഞതെല്ലാം ഉദ്ദേശത എക്സാമ്പിളാണ്, ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഉദാഹരണം മാത്രമാണ് പറയുന്നത്. ബാക്കിയെല്ലാം വിസ്തരിച്ച് കിടക്കേണ്ട. ബാക്കിയെല്ലാം എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഈവൻ ആകാശത്തേക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ജസ്റ്റ് ആകാശത്തിന് എവിടെയെങ്കിലും എൻഡുണ്ടോ? എവിടെ അവസാനിക്കുന്നത് ആകാശം? ഏത് ഭാഗത്തു നിന്നും ആകാശം അവസാനിക്കുന്നുണ്ടോ? അമേരിക്കയിൽ പോയി അവസാനിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും ഒന്ന് അവസാനിക്കുന്നുണ്ടോ? സ്പേസ് ആരാണ്ടാക്കിയെന്നത്? ഭഗവാനാണ് സ്പേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഭഗവാന്റെ ഒരു ശക്തി നമുക്ക് നോക്കുമ്പോൾ എവിടെ ചെന്നാലും അവസാനമില്ല. ശരി, സ്പേസിന് ഒരിക്കലും അവസാനം കാണില്ല ഇല്ലേ. അവസാനം കാണുന്നത് പിന്നെ എപ്പോഴായിരിക്കും? എൻ്റെ മെറ്റീരിയൽ യൂണിവേഴ്സിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും പിന്നെ മറ്റൊരു ആകാശം തുടങ്ങുന്നുണ്ടാവുക. അത് ഏതാണ്? ആത്മീയമായുള്ള ആകാശമാണത്. ഈ ആകാശം മെറ്റീരിയൽ ആകാശത്തിൻ്റെ അവസാനം കാണുമ്പോൾ നമ്മൾ കാണാൻ എപ്പോഴായിരിക്കും? കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അത് കഴിയുമ്പോഴേക്കും പുതിയ ആകാശം തുടങ്ങും. അതേതാണ്? ആത്മീയ ആകാശം, വൈകുണ്ഠങ്ങളുടെ ആകാശം വരും. അപ്പോൾ ആകാശങ്ങൾക്ക് എന്തായിരിക്കും? എന്തെങ്കിലും എൻഡില്ല. ഇവിടെ ഇവിടുത്തെ നമ്മുടെ ചെറിയ മെറ്റീരിയലുകളുണ്ട്. ഭൗതികമായിട്ടുള്ള ഈ ലോകം വളരെ ചെറുതാണ്. ഇനി ചെറുതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടുത്തെ ബ്രഹ്മാവിന്, ഇവിടുത്തെ എൻജിനീയർക്ക് അധികം തലയില്ല, 4 തലയുള്ളൂ. ഇതിൻ്റെ എൻജിനീയർക്ക് ഇത് 4 തലയാണ് ഇവിടുത്തെ എൻജിനീയർക്കല്ലേ. അങ്ങനെ. അപ്പോൾ അത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താണ്? വളരെ വാസ്റ്റാണ്. ഇത്രയും വലിയ ടോപ്പായിട്ടുള്ള നമുക്ക് ഈ വിവരം തരുന്ന ബ്രഹ്മാവിനും കൂടി അറിയുന്നില്ല. അതെ, നമ്മൾ പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. വേദങ്ങളൊക്കെ നമുക്ക് എല്ലാം ചുരുക്കി തന്ന് ഇതൊക്കെ തരുന്ന ആരാണ്? ബ്രഹ്മാവിൽ നിന്നാണ്. ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തു. ഭഗവാന്റെ അടുത്ത് നിന്ന് പിന്നെ ബ്രഹ്മാവിനെ കിട്ടി, നാരദ മഹർഷി കിട്ടി, നാരദ മഹർഷിയിൽ നിന്ന് വ്യാസ മഹർഷി കിട്ടി. അങ്ങനെയാണ് സ്റ്റെപ്പായിട്ട് നമുക്ക് കിട്ടുന്നത്. ആ ബ്രഹ്മാവിന് മുഴുവൻ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബ്രഹ്മാവിനെ പറയുന്നുണ്ട്, നമ്മെ വിദൂസുരഗണ പ്രഭവന മഹർഷ ആ മാതിരിദേവൻ. ഭഗവാൻ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? നമ്മെ വിദു സുരഗണ, എന്നെ സുരഗണ ഈ ദേവന്മാർക്കൊന്നും അറിയാൻ പറ്റില്ല എന്ന്. അപ്പോൾ ബ്രഹ്മദേവന് അറിയാൻ പറ്റുമോ? അപ്പോൾ ബ്രഹ്മാവിന് എല്ലാം മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ? കാരണം മുഴുവൻ അറിയില്ല. നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് തന്നിട്ടുള്ളൂ. അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇല്ലേ. ഭഗവാൻ പറയുന്നത് നമ്മെ വിധു സുരഗണ, എന്നെ സുരന്മാർക്ക്, സുരഗണങ്ങൾക്കൊന്നും എന്നെ അറിയില്ല, ദേവന്മാർക്കൊന്നും അറിയില്ല. നമ്മെ വിധു സുരഗണ പ്രഭവം നാ മഹർഷ, മഹർഷികൾ എല്ലാവർക്കും പ്രഭവം അറിയില്ല. അതല്ലേ ആ മാതിരി ദേവാന മഹർഷിയാണ്. അതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ഞാനീ ബ്രഹ്മാവും അതുപോലെയുള്ള ദേവന്മാരും മഹർഷികൾക്ക് മുന്നിലാണ്. അതുകൊണ്ട് തന്നെ അവരും ആരും അറിയുന്നില്ല. ആൾ തന്നെ പറഞ്ഞു തരണം എന്നാണ് പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്ഥിതി നമുക്ക് എങ്ങനെയാണ് അറിയുന്നത്? ബ്രഹ്മാവ് ദ്വാരകയിൽ ഒരിക്കൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 4 തലയുള്ള 4 മുഖമുള്ള ബ്രഹ്മാവ് ദ്വാരകയിൽ വിസിറ്റ് ചെയ്തപ്പോൾ ഗേറ്റിൽ ചെന്നപ്പോൾ ബ്രഹ്മാവ് ഒന്നും പറയാൻ പറഞ്ഞു ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത്. അതുണ്ടായത് ഗേറ്റിൽ വന്നു, ഞാൻ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ചോദിച്ചു, അപ്പോൾ
ഏത് ബ്രഹ്മാവെന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് ഏത് ബ്രഹ്മാവ്, ഞാനല്ലേ ഇവിടെ ബ്രഹ്മാവ്, പിന്നെ ഏതാ ബ്രഹ്മാവ് എന്നാണ് പറഞ്ഞു. അപ്പം 4 തലയുള്ള ബ്രഹ്മാവെന്ന് പറയാൻ പറഞ്ഞു. അപ്പം മനസ്സിലായി, ആർക്കും മനസ്സിലായില്ല എന്ന രീതിയിൽ 4 തല. അപ്പോൾ 4 തല ബ്രഹ്മാവനാണ്. ഓക്കെ, പിടിക്കാൻ പറഞ്ഞു അകത്തേക്ക് ചെന്നപ്പോൾ ഈ ബ്രഹ്മാവ് ഇരിച്ച പോലെ, കാരണം അതിൻ്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് തലയുള്ള ബ്രഹ്മാക്കളായിരിക്കുന്നത്, മില്യൺ കണക്കിന് തലയുള്ള. കാരണം വലിയ വലിയ യൂണിവേഴ്സിൻ്റെ ബ്രഹ്മാക്കളെ കണ്ടിട്ട് ചെറിയ ഈ ബ്രഹ്മാവ് വളരെ ചെറുതായിപ്പോയി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ്, മനസ്സിലായി. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും, എന്തുമാത്രം യൂണിവേഴ്സസ് ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് സയൻസിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്, ധാരാളം പ്രപഞ്ചങ്ങളുണ്ട്. എത്ര ലൈറ്റ് ഇയേഴ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റാതെ കാണാൻ പറ്റാത്തരം കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്കത് സംസാരിക്കാൻ കഴിയില്ല. അതിനെക്കുറിച്ചെന്ന് പറയുന്നത് അതല്ല, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ആ ചിന്ത വേണം നമുക്ക്. അങ്ങനെയുള്ള ആളാണ് കൃഷ്ണൻ തത്വം. അതുകൊണ്ടല്ലേ അവർക്ക് ഇത് എന്താ പറയുന്നത്, അങ്ങനെയുള്ള ആളും പൂർണ്ണം ബ്രഹ്മം സനാതനമായിട്ടുള്ള ആളാണ് ആര്? കൃഷ്ണൻ. പൂർണ്ണം ബ്രഹ്മ സനാതനം. പക്ഷേ ഭക്തന്മാർക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു ആരെ? കൃഷ്ണനെ. എന്താ നമ്മൾ മനസ്സിലായിട്ടുള്ളത്? എല്ലാം കൃഷ്ണനാണെന്നുള്ളത്. എന്താ പറയുക, എല്ലാം കൃഷ്ണനാണ്, എല്ലാം കൃഷ്ണനാണ്, കൃഷ്ണനല്ലാതെ ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ ആത്മീയായാലും ശരി, ഭൗതികമായാലും ശരി, കൃഷ്ണനല്ലാതെ ഒന്നുമില്ല. കൃഷ്ണൻ്റെ എനർജി അല്ലാതെ നമ്മളൊന്നും കാണുന്നില്ല എന്നർത്ഥം ആണ് ഈ കാര്യം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാതെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്ങനെ ബ്രഹ്മാവ് പറയുന്നുണ്ട്, ആകാശത്തിൻ്റെ വിസ്തൃതി ആകാശത്തിന് അറിയുന്നില്ല പറയുന്നു. ആകാശത്തിൻ്റെ വിസ്തൃതി ആകാശത്തിന് അറിയുന്നില്ല. അതുപോലെ ഭഗവാന്റെ വിസ്തൃതി ഭഗവാൻ തന്നെ അറിയുന്നില്ല. അത്രയാണ് ഭഗവാന്റെ. ഭഗവാൻ എന്ത് വിചാരിക്കുന്നു അതനുസരിച്ച് എല്ലാം നടക്കുന്നു. നമ്മൾ ഗോവർദ്ധൻഗിരിയുടെ ഇത് പറഞ്ഞു, അന്ന് കഥ പറഞ്ഞു. ഗോവർദ്ധൻഗിരി ഇപ്പോൾ ആൾക്കാർക്ക് അതിൻ്റെ അടിയിൽ അക്കോമഡേഷൻ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇതാവുകയാണ്, എക്സ്പാൻഷൻ നടത്തുകയാണ്. അത് ആചാര്യന്മാർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ വിചാരിക്കും ചെറിയ മല അതിൻ്റെ അടിയിൽ നിൽക്കുന്നു, പക്ഷേ അതിൻ്റെ കംപ്ലീറ്റ് ആൾക്കാർ അതിൻ്റെ അടിയിലേക്ക് വന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് വലിപ്പം വയ്ക്കുകയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങനെ വലിപ്പം വയ്ക്കുന്നു? ഭഗവാൻ അത് വേണം. ഭഗവാൻ അത് അധ്യക്ഷമാണ്. ഭഗവാൻ പറയുന്നില്ലേ, പ്രകൃതി മുഴുവൻ ചരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്? എൻ്റെ നോട്ടത്തുകൂടി നടക്കുന്നത്. അധ്യക്ഷണ പ്രകൃതി സുവിദേശ ചരാചരം ഹേതു നാനേന കൗന്തായ ജഗത് വിപരിവർത്തത. എൻ്റെ അധ്യക്ഷതയിൽ പ്രകൃതി ഉണ്ടാവുന്നു, ഇല്ലാതാവുന്നു, ചരാചരങ്ങളെ സൃഷ്ടിക്കുന്നു, ഇല്ലാതാക്കുന്നു. അപ്പം ഭഗവാൻ അത് സൃഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നർത്ഥം. നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഷീൻ ഉണ്ടാക്കുന്ന പോലെ, അല്ലെ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പോലെ മണ്ണെടുത്ത് കുഴച്ച് അങ്ങനെയൊന്നല്ല, ജസ്റ്റ് വിചാരിച്ചാൽ മതി ഭഗവാൻ. അപ്പോൾ എന്താണ് വിചാരിച്ചാൽ അതുപോലെ ഉണ്ടാവുകയാണ്. ഈ യൂണിവേഴ്സിനെ തന്നെ ബ്രഹ്മസംഹിത എന്താ പറയുന്നത്, യൂണിവേഴ്സിനെ തന്നെ ഭഗവാൻ ബ്രീത്ത് ഔട്ടേ ചെയ്യുന്നു. ശ്വാസത്തെ കൂടെ തന്നെ കണ്ടമാനം യൂണിവേഴ്സസാണ് വരുന്നത്. അതാരാ പറഞ്ഞു തരുന്നു നമുക്ക്? ബ്രഹ്മാവ് നമുക്ക് പറഞ്ഞു തരുന്നു. ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റെ ഒരു ശ്വാസത്തിൽ എത്ര ബ്രഹ്മാക്കളും അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവുന്നു. അതിനുശേഷം അതുപോലെ തന്നെ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നു. ആ ശ്വാസം അകത്തേക്ക് വലിക്കുമ്പോഴേക്കും അത് അവസാനിക്കുമെന്ന് പറഞ്ഞു. എത്ര കൽപ്പങ്ങൾ കഴിഞ്ഞു നടത്തുമ്പോൾ യസ്യേക നിശ്വസിത കാലം അഭാവലംബ. ആളുടെ ശ്വാസത്തിൻ്റെ ഒരു സമയം മാത്രമാണ് കാലം അഭാവലംബ. ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥന്മാരൊക്കെ ജീവിക്കുന്ന അത്ര സമയമാണ്. ജഗദണ്ഡത്തിൻ്റെ നാഥന്മാരുണ്ടല്ലോ ഇവിടെ ബ്രഹ്മാക്കൾ, അവർ ജീവിക്കുന്ന എത്ര സമയം? ശ്വാസന സമയം. നമ്മൾക്ക് തന്നെ ബ്രഹ്മാവിൻ്റെ സമയം പറയുമ്പോൾ നോക്കുമ്പോൾ നമുക്ക് തോന്നും എത്ര കാലമാണ് അല്ലേ. ബ്രഹ്മാവിൻ്റെ ഒരു പകരം വെച്ച് കഴിഞ്ഞാൽ 1000 ചതുർയുഗം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും 1000 ചതുർയുഗം എന്തുമാത്രം അല്ലേ. 42 ലക്ഷത്തോളം ഒരു ചതുർയുഗം വരുമ്പോൾ 42 ലക്ഷം × 1000 ഒരു പകൽ മാത്രമാണ്.
അപ്പോൾ നമ്മളെപ്പറ്റി അങ്ങനെ നമ്മളാണ് എന്ത് പറയുന്നത്, ഇതൊക്കെ വിമർശിക്കാൻ നടക്കുന്നത്. ശരി, വേദിക് നോളജിനെ വിമർശിക്കാൻ നടക്കുന്ന അത്തരം ആൾക്കാരാണ്. നമ്മളൊരു ഒന്നുമില്ല, ജീവന്തി ലോമ വിളജ ജഗന്നേണ്ടത്. അത് വിഷ്ണു മഹാൻസ വിഹസ കലാവിശേഷം. ഈ മഹാവിഷ്ണു എന്ന് പറഞ്ഞത് ആളുടെ ഒരു പാർഷ്യൽ എക്സ്പാൻഷനാണ്. ആരുടെ? ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. അതാണ് ബ്രഹ്മ പറയുന്നത്. ആ ഗോവിന്ദൻ്റെ ഒരു പ്രത്യേക എക്സ്പാൻഷനാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ പൊസിഷനായി പറയുന്നത്. അപ്പോൾ ഗോവിന്ദൻ്റെ സ്ഥിതി എന്താണ്? ഗോവിന്ദൻ്റെ സ്ഥിതി എന്താണ്? അപ്പോൾ കൃഷ്ണൻ്റെ സ്ഥിതി എന്തായിരിക്കും? അപ്പോൾ കൃഷ്ണൻ എന്തിനു വേണ്ടിയാണ് ഇത്? സൃഷ്ടി സ്ഥിതി സംഹാരത്തിനൊക്കെ വേണ്ടിയിട്ട് ആണ് ഈ പുരുഷ അവതാരം. മഹാവിഷ്ണു, അതുപോലെ ക്ഷീരദാക്ഷ വിഷ്ണു, അതുപോലെ ഗർഭദാക്ഷ വിഷ്ണു ഒക്കെ വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഭഗവാന്റെ പല കാര്യങ്ങൾക്കാണ് സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ കാര്യം വരുന്നുണ്ട്. നാരദ മഹർഷി ബ്രഹ്മാവിനോട് ചോദിക്കും, എൻ്റെ എല്ലാ സ്ഥിതിയും ബ്രഹ്മാവിനെ സൃഷ്ടിക്കുന്നു. അതായത് എല്ലാ സൃഷ്ടി നടത്തുന്ന ബ്രഹ്മാവാണ്. ആദ്യം ഉണ്ടാവുന്ന ആദ്യത്തെ ജീവാത്മാവും അവിടെ ആരാണ്? ബ്രഹ്മാവാണ്. അപ്പോൾ താങ്കളായിരിക്കും ഇതിൻ്റെ എല്ലാം ആളെന്ന് ചോദിക്കുകയാണ്. പറഞ്ഞല്ല, അല്ല, കാരണം സൃജാമി തൻ നിയുക്തോഹം പറയുന്നു ബ്രഹ്മാവ് പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിൽ ഞാൻ സൃഷ്ടിക്കുന്നു, തൻ എന്നുവെച്ചാൽ ആ ആള് നിയുക്തോഹം എങ്ങനെയാണ് എന്നെ ഒരു പ്രത്യേക കാരണത്തിനായിരിക്കുകയാണ്. അത് അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നു. അങ്ങനെയാണ്. ഹരോ ഹരതി തദ്ദശ. ലാസ്റ്റിലെ ഇത് അവസാനിക്കുന്ന സമയത്ത് ശിവനെല്ലാം അവസാനിപ്പിക്കുന്നു. അതും അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെയാണ്. വിശ്വം പുരുഷരൂപേണ പരിപാടി ത്രിശക്തി. ഈ 3 ശക്തി ഒന്ന് തന്നെയാണ്. ഈ ഭഗവാന്റെ ശക്തി തന്നെയാണ് അത്. ശരിക്കും ഈ 3 ശക്തികളെ കൊണ്ട് ഈ പുരുഷൻ എന്ത് ചെയ്യുന്നു? ഇവിടെ പരിപാലിക്കുന്നു എന്നാണ്. അങ്ങനെയാണ്. അപ്പോൾ നോക്കൂ, അത് എല്ലാ ബ്രഹ്മാണ്ടങ്ങളിലും വിഷ്ണുമാരുണ്ട്. നമ്മൾ കാണുന്ന ഇപ്പോൾ ഇവിടെ നമ്മൾ ഗർഭോദാക്ഷ വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭോദാക്ഷ വിഷ്ണു ധാരാളമാണ്. ശരിക്കും ഓരോ പ്രപഞ്ചങ്ങളിലും ഓരോ യൂണിവേഴ്സിലും ഗർഭോദാക്ഷ വിഷ്ണു ഈ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നതെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഗർഭോദാക്ഷ വിഷ്ണുവിൻ്റെ നാഭിന്ന് താമര വരുന്നത്, താമരയിൽ ബ്രഹ്മാവ് വരുന്നു. അത് തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത്. ഇവിടെ 4 ആൾ വന്നെങ്കിൽ അവിടെ 1000, 10,000 ലക്ഷമൊക്കെ വരുന്ന അങ്ങനെ തന്നെ വരുന്നു. അപ്പോൾ എന്തുമാത്രം വിഷ്ണു ഉണ്ട് നോക്കുക ഓരോ യൂണിവേഴ്സിനും. മനസ്സിലായില്ലേ? മഹാവിഷ്ണു അപ്പോൾ ആ ആളുടെ എക്സ്പാൻഷൻ ആണെങ്കിൽ ആളുടെ പൊസിഷൻ എന്താണെന്നുള്ളതാണ്. അതാണ് ബ്രഹ്മാവിടെ പറഞ്ഞു തരുന്നത്. അതായത് ഗോവിന്ദം ആദിപുരുഷം. ആദിപുരുഷമായിട്ടുള്ള ആളാണ് ഇത് കൃഷ്ണ. ആദിപുരുഷൻ ഗോവിന്ദം ആദിപുരുഷം തമഹം വദാമി. ആ ആളെ ഞാൻ ഭജിക്കുന്നു എന്ന് ബ്രഹ്മ പറയുന്നു. അങ്ങനെയാണ്. അപ്പോൾ കൃഷ്ണൻ ഒന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരും അതനുസരിച്ച് വളരെയധികം ഇപ്പോൾ ഈവൻ വൈകുണ്ഠങ്ങളിൽ തന്നെ നാരായണ സ്ഥിതി, നാരായണൻ്റെ ഓരോരോ വൈകുണ്ഠങ്ങളും എല്ലാം നാരായണന്മാരുണ്ട്. അവിടെ ഡിഫറെൻറ്റ് നെയിമിലുണ്ട്. അവിടെ ഉണ്ട്. ആ സമയത്ത് കൃഷ്ണൻ ഒന്നേ ഉള്ളൂ. അതാണ് പറയുന്നത് ഇതിൽ ഭാഗവത്തിൽ പറയുന്നത് ഏതേച്ഛാംശകലഹ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം എന്നാണ്. ഇതൊക്കെ ഈ പറഞ്ഞ അവതാരങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഓരോരോ അവതാരങ്ങളാണ്. ശരി, പക്ഷേ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ ഭഗവാൻ സ്വയമാണെന്ന് ആരാ പറയുന്നത്? ശ്രീമദ് ഭാഗവതം പറയുന്നു. ഭാഗവത്തിൽ പറയുന്നു ഏതേശാംശകലഹ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകം വിടേന്തി യുഗയുഗേ. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആൾ വരും എന്നർത്ഥം. പൊതുവെ ആൾക്കാർക്ക് സംശയമുണ്ടാകും. നാരായണ ഭഗവാനാണ്, ഒന്നുമില്ല. പക്ഷേ കൃഷ്ണൻ്റെ ഇവിടെ ഭാഗവത്തിൽ പറയുന്നൊരു വർഷത്ത് ഭീഷ്മര് ശരശേഖരി കെടുക്കുകയാണ്. ആ സമയത്ത് ഭീഷ്മരെ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ അറേഞ്ച് ചെയ്യുന്നതാണ്. ഭീഷ്മരുടെ അടുത്ത് ഇവരെല്ലാവരും വരുന്നു, പാണ്ഡവന്മാരും എല്ലാവരും വരുന്നു. ആ സമയത്ത് പറയുന്നു എല്ലാവരും ഋഷിമാരുണ്ട് അവിടെ, എല്ലാവരും ഉണ്ട്. അവിടെ ഭീഷ്മർ പറയാണ് ഇവരോടെല്ലാം കൂടി
ഏഷവായി ഭഗവാൻ സാക്ഷാൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുണ്ടല്ലോ, വിഷ്ണുര പറയുന്നത്. പക്ഷെ ഭഗവാൻ സാക്ഷാൽ ആദിനാരായണപ്പുമ, അല്ല ആദിനാരായണൻ, ആദിനാരായണപ്പുമ. അപ്പോൾ ഈ അവിടെ ആവശ്യമുള്ള സമയത്ത് ആ സമയത്ത് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. ആദിനാരായണൻ, നമ്മൾ കഥ പല ആൾക്കാരും പറയും നാരായണ അങ്ങനെ കൃഷ്ണൻ, പിന്നെ അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ സംശയമൊന്നുമില്ല. ശാസ്ത്രം ശരിക്കും പറയുന്നുണ്ട് ആരാണ് കൃഷ്ണൻ, നാരായണ ഫോമുകൾ എന്താണ് എല്ലാം ബ്രഹ്മാവാരാണ് അല്ലെങ്കിൽ ദേവന്മാരാരാണ് വളരെ കറക്റ്റായിട്ട് പറയുന്നു. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ഗോവർദ്ധൻ പൂജ നടത്തി തന്നെ എന്തായിരുന്നു കാര്യം? ഗോവർദ്ധൻ പൂജയുടെ ഉദ്ദേശം എന്തായിരുന്നു? ഭഗവാന്റെ ഉദ്ദേശം കൃഷ്ണന് എൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണൻ്റെ കൂടെ കൃഷ്ണഭക്തന്മാരായിട്ട് അവിടെ വൃന്ദാവനുള്ള സമയത്ത് ആ വൃന്ദാവനവാസികൾ മറ്റൊരു യാഗം നടത്താൻ പാടില്ല. അതാണ് എനിക്ക് പറയുന്നത്. അതാണ് എൻ്റെ മെയിൻ പോയിന്റ്. കൃഷ്ണ കോൺഷ്യസിൽ കൃഷ്ണാവോധത്തിലുള്ള സമയത്ത് കൃഷ്ണനോട് കൂടെയുള്ള ആൾക്കാർ ആ സമയത്ത് മറ്റെന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ കറക്റ്റ് ചെയ്തില്ലെങ്കിലോ പിന്നീട് അത് നമുക്ക് സംശയങ്ങളായി തോന്നും. പിന്നെ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ എന്തുകൊണ്ടവിടെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ ചോദിക്കും ആൾക്കാർ. അത് ചോദിക്കാൻ യാതൊരു അർഹതയില്ല, അത് വേറെ കാര്യം, ഒന്നുമില്ല നമുക്കൊരു അർഹത. പക്ഷേ വരും. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് യാഗം നടത്തുന്നത്, എന്ത് യാഗം നടത്തുന്നത്, എന്തിനോട് യാഗം നടത്തുന്നത്. പക്ഷെ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കി കൊടുക്കുന്നു. എന്നിട്ട് എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് ത്രൂ ഞാനാണ്. ഞാനൊന്നും അവിടെ പറയുന്നില്ല. ഇന്നർ മീനിങ് അതാണ് ശരി. ഇന്നറിന് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ള ദേവന്മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ റെസ്പെക്റ്റ് ചെയ്യാൻ നമുക്ക്, അതായത് ഹയർ പൊസിഷനാണ് ഇന്ദ്രൻ. പക്ഷേ ഇന്ദ്രന് എന്തുണ്ടായി? അവിടെ അഹങ്കാരം ഉണ്ടായി. അപ്പോൾ അത് കുറയ്ക്കാന്നുള്ള ഇന്ദ്രന് ഒരു പ്രത്യേക സമയത്ത് തോന്നുന്നത് ഞാൻ എല്ലാത്തിൻ്റെ ആളാണെന്ന് തോന്നുകയാണ്. അതിൻ്റെ കാര്യം അവിടെ തോന്നിക്കഴിഞ്ഞു. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് അതിന് ചെറുതായിട്ട് ഇത് കൊടുത്തു. അതാണ് ഗീതയിൽ എന്താ പറയുന്നത്? ഭഗവാൻ ഇതിൻ്റെ ദേവന്മാരുടെ സ്തുതിയെക്കുറിച്ച് എന്താ പറയുക? ദേവന്മാരെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം പറയുന്നില്ല. കാമേശ്ചേഷ്ട ഹിതജ്ഞാന പ്രപദന്ത്യ അന്യദേവത, അത് പ്രത്യേകം പറയുന്നുണ്ട്. ഭഗവാൻ വളരെ ക്ലിയറായിട്ട് പറയുന്നത് ഗീതയിൽ. കാമേശ്ചേഷ്ട ഹിതജ്ഞാന, നിങ്ങളുടെ ആഗ്രഹങ്ങളെ കൊണ്ട് ബുദ്ധി നശിക്കുന്ന ആൾക്കാരെന്നാണ് അതിന് പറയുന്നത്. ബുദ്ധി ശരിയാണ്, ബുദ്ധി ശരിക്കും പ്രവർത്തിക്കുന്നില്ല. ശരിயான ബുദ്ധി എന്താണ്? കൃഷ്ണഘോഷം. കാമേശ്ചേഷ്ട ഹിതജ്ഞാന പ്രപദന്ത്യ അന്യദേവത. പ്രപദന്ത്യ, അവർ അന്യദേവന്മാരുടെ അടുത്ത് പോയിട്ട് ശരണം പ്രാപിക്കുന്നത്. പക്ഷേ ഭഗവാൻ എന്താ പറയുന്നത്? മയ്യേവ ഹിതാൻ. അവർ ചോദിക്കുമ്പോൾ കൊടുക്കുന്നത് ഞാനാണ് കൊടുക്കുന്നത്. ഇൻഡയറക്റ്റായിട്ട് ഇത് കിട്ടുന്നു. മറ്റാൾക്കും ഇവിടെ പവറില്ല. അതായത് ഒരേ ഒരു ദൈവം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്, പറയുന്നില്ല. മറ്റുള്ള ഇതിലും ഒരൊറ്റ ദൈവം തന്നെ പറയുന്നത്. നമുക്കാണ് ഒരുപാട് ദൈവം. നമുക്ക് അറിയാതെ ആൾക്കാർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടും ഗീത വായിക്കാത്തതുകൊണ്ടും ഭാഗവതം മനസ്സിലാക്കാത്തതുകൊണ്ടും ശാസ്ത്രങ്ങൾക്ക് കടന്നു ചെല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ ഉള്ള. ശാസ്ത്രം വളരെ കറക്റ്റാണ്, വളരെ ക്ലിയറാണ്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കൃഷ്ണൻ്റെ കാര്യം വളരെ ക്ലിയറായിട്ട് പറയുന്നു. കൃഷ്ണൻ ഇതുവരെ പറഞ്ഞത് മുഴുവൻ ഒരു എക്സാമ്പിൾ മാത്രമാണ്, ഉദാഹരണം മാത്രമാണ്. എൻ്റെ വിഭൂതികൾക്ക് അവസാനമില്ല എന്നുള്ളത്. ഇനി കുറേ ഉണ്ടെന്നല്ല പറഞ്ഞ്. എന്തായത് നാസ്തി അന്തോ വിസ്തരസ്യ, അതിന് അന്തമില്ല എന്നർത്ഥം. കാണാൻ നോക്കിയിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് ഓരോ കാര്യങ്ങളെടുത്ത് പഠിക്കാൻ പറ്റും. ഇത്രയും വളരെ ഹയർ ടെക്നോളജിയുടെ സമയത്ത് അല്ലേ, എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അങ്ങനെയും വളരെ ഹയർ ലെവലായിട്ട് പോലും നമ്മുടെ ഈ വിത്തിൻ ഈ യൂണിവേഴ്സിൻ്റെ കാര്യം തന്നെ നമുക്ക്, ഈ ചെറിയ യൂണിവേഴ്സിൻ്റെ കാര്യം പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതായത് ഇപ്പോഴും നമ്മൾ പുതുതായിട്ട് വരുന്നത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വളരെ വളരെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിൽ നടത്താം. നമുക്ക് ഒരിക്കലും അചിന്ത്യം ആണ് നമുക്ക് ഭഗവാനെ പറ്റി പറയാൻ. പക്ഷേ നമുക്ക് ഡിവോഷണൽ സർവീസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഭഗവാനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാന്റെ രൂപം കാണും. ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും തോന്നുന്നില്ല. ഇപ്പം ഭഗവാനെ നമ്മൾ നിവേദിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നുണ്ടോ ഇത് അത്രയും വലിയ ഇതാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരിക്കലും തോന്നുന്നില്ല. എന്താ തോന്നാത്ത ഭഗവാനായിട്ടുള്ള കണക്ഷൻ വരുമ്പോൾ അതാണ്. ഇൻ്റേണലി നമ്മൾ കുറേ കൂടി അടുപ്പം വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് ചിന്തിച്ച് നോക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് ആർക്കാണ് നമ്മൾ ഈ കൊടുക്കുന്ന പ്രശ്നം?
ഒരു ഗ്ലാസ് പാല് നമ്മൾ ഓഫർ ചെയ്യുകയാണെങ്കിൽ ആർക്കാ കൊടുക്കുന്നത്? നമ്മൾ പാലാഴിക്കടലിൽ കിടക്കുന്ന ഭഗവാന്റെ തന്നെ ഒരു അംശമായിട്ടുള്ള ഒരു കല, ഒരു വിസ്തരണമായിട്ടുള്ള ക്ഷീണോദകശ വിഷ്ണു. ആ വിഷ്ണു കിടക്കുന്ന പാലാഴിയിലാണ്. ആ ആൾക്ക് നമ്മൾ ഇവിടെ എന്താ കൊടുക്കുന്നത്? ഒരു ഗ്ലാസ് പാല് ഓഫർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും? പറ്റില്ല. നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇവിടെ പ്രബോധനിക്ക് പറയേണ്ടത് ആൾക്കാർക്ക് സംശയമാണ്. അപ്പോൾ അത്രയും കടൽ പാലിൻ്റെ കടലുണ്ടാവുമെന്ന് പാലാഴിയിൽ കെടുക്കുക ഭഗവാൻ. അങ്ങനെ ഇത്ര അപ്പോൾ പറയാം, ഇവിടെ ഒരു ഇതുമില്ലാത്ത നിനക്ക് ഉപ്പിൻ്റെ കടൽ കിട്ടിയിട്ടില്ലേ? അപ്പോൾ പറയണം ഉപ്പിന് വാല്യൂ ഇല്ലേ? വാല്യൂ ഉണ്ടല്ലോ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ മേടിച്ച് വെച്ച് നോക്കും, വാല്യൂ ഉണ്ടോ എന്ന് അറിയാം. ഉപ്പിന് വാല്യൂ, അത് കടലാണ് ശരി. അപ്പോൾ അതുപോലെ നമ്മുടെ ഈ മെറ്റീരിയലുകളിൽ നമുക്ക് അതിനുള്ള അർഹതയുള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ ക്വാളിഫൈഡ് ആയാലും അതിനാണ് ഉപ്പിൻ്റെ കടലിന്. മറ്റുള്ള സ്ഥലങ്ങളിൽ പാലിൻ്റെ കടലുണ്ട്, അതുപോലെ തേനിൻ്റെ കടലുണ്ട്, നെയ്യിൻ്റെ കടലുണ്ട്, അങ്ങനെ പലതും ഉണ്ടാവും. ഭഗവാൻ വിചാരിച്ചാൽ നടക്കാൻ ഒരു പ്രയാസമില്ല. അതിനൊക്കെ എല്ലാം സൃഷ്ടിക്കുന്ന ആൾക്ക് ഒരു പ്രയാസമില്ല. അതുകൊണ്ട് പക്ഷെ നമുക്ക് ഈ ഭാവം വരുമ്പോൾ നമ്മൾ ഏത് ഭാവത്തിലേക്ക് വരുന്നു? കൃഷ്ണൻ്റെ കാര്യം നമ്മൾ നോക്കണം. കാലത്ത് ഭക്ഷണം കൊടുക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കണം, വൈകിട്ടും ചിന്തിക്കണം അല്ലേ? ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം. ഭഗവാനതിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഭഗവാനായിട്ടുള്ള കണക്ഷനും വരാനാണ് അത് വരുന്നില്ല. ഭഗവാനെ പറ്റി ഓർക്കാൻ. എന്തിനാണ് ഭഗവാനെ പറ്റി ഓർക്കുന്നത്? നമുക്ക് ഭഗവാനെ പറ്റി ഓർത്തിട്ട് എന്താ കാര്യം? ആർട്ട് ഓഫ് ലിവിങ് ആണോ ആർട്ട് ഓഫ് ഡൈയിങ് ആണോ നമ്മൾ പഠിക്കുന്നത്? ആർട്ട് ഓഫ് ഡൈയിങ് മനസ്സിലായില്ലേ? ആർട്ട് ഓഫ് ഡൈയിങ്. ലിവിങ് നമ്മൾ നടക്കും എങ്ങനെയായിരുന്നു. ആർട്ട് ഓഫ് ഡൈയിങ് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താവും? കംപ്ലീറ്റ് എക്സാം ഫെയിൽ ആവും. അതാണ് കാര്യം. ആർട്ട് ഓഫ് ഡൈയിങ് പഠിച്ചു കഴിഞ്ഞാൽ എന്താവും? ഭഗവാൻ ഗീതയിൽ പറഞ്ഞ ആ ലാസ്റ്റ് അവിടെ വരുന്നുണ്ട്. അതിലേക്ക് എത്തും, നമ്മൾ എത്താൻ സാധിക്കും. എപ്പോഴും ഇതുപോലെ ഭഗവാനെ പറ്റി ആലോചിക്കുന്നു, പറയുന്നു. ഭഗവാനായിട്ട് പോകുമ്പോഴെങ്കിൽ നമ്മൾ മംഗളാരത്തി വീട്ടിലായാലും നടത്തുന്നു, ഓഫർ ചെയ്യുന്നു, ഭഗവാനെ വിവരിക്കുന്നു, നമ്മൾ കഴിക്കുന്നു. ഉച്ചയ്ക്കായാലും അത് ചെയ്യുന്നു, രാത്രിയായാലും ചെയ്യുന്നു. അപ്പോൾ എങ്ങനെ വരുന്നു? നമ്മൾ കണക്ഷൻ വയ്ക്കുന്നു ഭഗവാനായിട്ട്. ഭഗവാനെ പറ്റി ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അന്ധകാലേച്ച മഹാമേവ സ്മരൺ മുക്താക്കളേവരം ആണ് ഭഗവാൻ പറയുന്നത്. അന്ധകാലേച്ച ഇവിടെ ഒരു അന്തം വന്നു, നാന്തോസ്തി അല്ലേ? എൻ്റെ രൂപതയ്ക്ക് അന്തമില്ല എന്ന് പറയുന്നത്. അവിടെ അന്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അന്തം അല്ലേ? ശരീരത്തിൻ്റെ അന്തം, അത് ഈ ലൈഫിൻ്റെ അന്തം നടത്തുന്നത്. അല്ലെങ്കിൽ നാന്തോസ്തിനിയാണ് നമ്മുടെ ഇത് ധാരാളമുണ്ട്. പക്ഷെ ഈ ഇതിൻ്റെ സമയത്ത് സ്മരൺ മുക്ത കളയവരം മാമേവ സ്മരൺ, എന്നെ മാത്രം സ്മരൺ ചെയ്തിട്ട് ഓർത്തിട്ട് മുക്ത കളയവരം ഓടിവിടാൻ. മനസ്സിലായില്ലേ? മുക്ത കളയവരം. അപ്പോൾ എന്തുണ്ടാവും? ആളെ ചെല്ലും അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത കളയവരം യ പ്രായത്തി മദ്ഭാവം, എൻ്റെ ഭാവത്തിലേക്ക് വരുന്നു. ആശ്രയാസ്തിത്വ സംശയമാണ്. ഒരു തരത്തിലും സംശയിക്കേണ്ടെന്ന് പറയുന്നത്. സംശയം വേണ്ട എന്നുള്ളതാണ്. മനസ്സിലായില്ല? എന്ത് കാര്യത്തിൽ? ഭഗവാൻ ഓർത്തിട്ട് ശരിയും വിടാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ പരീക്ഷ ജയിച്ചു. ദുർലഭം മനുഷ്യോ ദേഹോ, വളരെ റെയറായിട്ട് കിട്ടുന്ന മനുഷ്യ ശരീരം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതിൻ്റെ ഉപയോഗം മെയിൻ ഇതാണ്. എന്താണ്? മരിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ ശരിക്കും മരിക്കാനായിട്ട്. മരിക്കും, എല്ലാവരും മരിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അതിപ്പോൾ രക്ഷയൊന്നുമില്ല. നമ്മുടെ പേരെന്നെ മർത്തിയെന്ന് വെച്ചാൽ മരിക്കാതിരിക്കുന്നതാണെന്ന് അതിൻ്റെ അർത്ഥം തന്നെ. നമ്മൾ മരിക്കാതിരിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ മർത്യലോകം, വൃത്തിയുടെ ലോകമാണത്. അതുകൊണ്ട് നമ്മൾ മർത്തനാണ്. മരിക്കാൻ നമ്മൾ എങ്ങനെയും മരിക്കും. പക്ഷേ എങ്ങനെ മരിക്കുന്നു ആ ആട്ടമാണ് നമ്മൾ പഠിക്കുന്നത്. ആർട്ട് ഓഫ് ഡൈ. മനസ്സിലായില്ലേ? ലിവിങ് എങ്ങനെയായാലും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. മരണം വരെ എങ്ങനെയും ജീവിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. അതിപ്പോൾ എങ്ങനെ ജീവിച്ചു. പക്ഷേ അതിൻ്റെ ആ ലിവിങ്ങിനുള്ള പഠനമാണ് ഈ പഠനം. എന്ത്? അധ്യാത്മ വിദ്യാനാം. നിങ്ങളെ വിദ്യകൾ വെച്ച് ടോപ്പ് മോസ്റ്റ് വിദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അധ്യാത്മ വിദ്യയാണ്. അത് പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ എന്തായി? പുനരഭിജനനം, മരണം അല്ലേ? എന്തായാലും നമ്മൾ ഇപ്പം നമുക്ക് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മളോട് ചോദിക്കില്ലേ എത്ര വയസ്സായി എത്രയായി ചോദിക്കില്ലേ? നമുക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും ശരിക്കും? അതും അന്തല്ലാത്ത എത്ര ബ്രഹ്മാവിൻ്റെ സമയത്തും അതുപോലെ തന്നെ എത്രയോ കാലങ്ങൾ നമ്മൾ എത്ര കൽപ്പങ്ങൾ നമ്മൾ ജീവിച്ചു.
നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കും ഇവിടെ. ഈ ഭൗതിക ശരീരത്തിട്ട് എടുത്തിട്ട് നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ജനിച്ച ആളൊന്നുമല്ല. മനസ്സിലായില്ലേ? എത്രയോ ഞാൻ അർജുനോട് കൃഷ്ണൻ പറയുന്നില്ലേ, അതായത് ബഹുനീമി വ്യതീതാനി ജന്മാനി തവചാർജുന, നീയും ഞാനും പലപ്പോഴും വന്നിട്ടുണ്ട് ഇങ്ങനെ. മനസ്സിലായി? പക്ഷെ നിനക്കതൊന്നും അറിയില്ല, പക്ഷേ എനിക്കത് അറിയാവുന്ന അല്ല. എന്താ കാര്യം? ഈ ഗീത ഞാൻ ആദ്യം സൂര്യന് പറഞ്ഞു കൊടുത്തു പറഞ്ഞപ്പോൾ അർജുനൻ വിട്ടില്ല ഭഗവാനെ, കൃഷ്ണൻ വിട്ടില്ല അർജുനൻ. അതെങ്ങനെ സൂര്യന് കൊടുക്കും? നമ്മൾ ഒന്നിച്ച് സമകാലികന്മാരാണ് നമ്മൾ. എങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോൾ പറഞ്ഞ് നിനക്കൊന്നും ഓർമ്മയില്ല, പക്ഷേ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. കാരണം ഭഗവാന്റെ ശരീരം ആത്മീയ ശരീരമാണ്, അതിനൊന്നും പറ്റുന്നില്ല. അതാണ് നമ്മൾ വിചാരിക്കും ഭഗവാൻ എന്തോ പറ്റി, അങ്ങനെ പറ്റി എന്നൊക്കെ. അതൊക്കെ നാടകമാണ്. ഭഗവാൻ പറ്റുന്നൊക്കെ ഭഗവാനൊന്നും പറ്റാൻ കഴിയില്ല. പറയില്ലേ ലാസ്റ്റിലെ ജര എന്ന് പറഞ്ഞാൽ ആ വേടൻ്റെ അമ്പ് കൊണ്ടിട്ട് ഭഗവാൻ കൃഷ്ണൻ പോയെന്നത് വെറും ഏതാണ് ശരി നാടകം. അത് ഭഗവാൻ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് അപ്പം അതാണ് ഭഗവാൻ ശരിക്കും. മനസ്സിലായി? അത് അമ്പ് ഭഗവാന് ഒരാളുടെ അമ്പ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കണ്ടുന്നുണ്ടെങ്കിൽ അത് ലീലയാണ് ശരിക്കും. ഇപ്പം കൃഷ്ണൻ വന്നില്ലേ, കുട്ടിദേവിയുടെ ഒരു നബിയായിട്ട് വന്നില്ലേ, അമ്മായി കുട്ടിദേവി വന്നില്ലേ, പക്ഷേ അവരുടെ മകനായിട്ട് വന്നില്ലേ, നന്ദപുത്രയുടെ മകനായിട്ട് വന്നില്ലേ. കൃഷ്ണൻ ആരുടെയും മകനല്ല, കൃഷ്ണൻ എല്ലാവരുടെയും അച്ഛനാണ് ശരിക്കും. കൃഷ്ണൻ പറയുന്നില്ലേ ഗീതയിൽ, പിതാവ് മസ്ത ജഗതോ, യൂണിവേഴ്സിന് മുഴുവൻ പിതാവ് ഞാനാണ്, എല്ലാത്തിനും പിതാവ് ഞാൻ. അത് മാത്രമല്ല പിതാമഹ, ഗ്രാൻഡ് ഫാദറും ഞാൻ തന്നെ, മാതാ ദാത്ത പിതാമഹ, അമ്മയും ഞാൻ തന്നെയാണ്. അങ്ങനെ കൃഷ്ണൻ കൃഷ്ണൻ ഒരിക്കലും അജം എന്നാണ് പറയുന്നത് ശരിക്കും, അല്ലേ? അജോഹം, അവൻ അച്ഛനാണ്. ബാക്കി എല്ലാവരും നമ്മൾ എന്താണ്? ജനിക്കുന്ന ആളാണ്. ഭഗവാൻ മാത്രം ജനിക്കാത്ത ആളാണ്. ബാക്കിയെല്ലാം കാണുന്നത് അത് ഡ്രാമയാണ്. പല കാര്യം ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഭഗവാനെക്കുറിച്ച് സംസാരിക്കാനും പറയാനും പാടാനും വേണ്ടിയാണ് ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ രാവണനെ കൊല്ലാനൊന്നും വരേണ്ട ആവശ്യമില്ല. രാവണനെ കൊല്ലാനും അല്ലായിട്ട് ഹിരണ്യകശിപുവിനെ കൊല്ലാനൊന്നും കൃഷ്ണന് ഇതിൻ്റെ ആവശ്യമില്ല. ഈവൻ ഈ ഭൂമി എന്നെ തട്ടേണ്ടത് പോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമി കംപ്ലീറ്റ് അവസാനിക്കും. ഭൂമി മാത്രമല്ല, യൂണിവേഴ്സിലുള്ള എല്ലാ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടി ഒന്നിച്ചു പോകും. ഒന്നുമില്ല. അതിൻ്റെ ഒന്നും കൃഷ്ണൻ ഇവിടെ വരേണ്ട ആവശ്യമില്ല. കൃഷ്ണൻ വരുന്ന യുവരില്ലാത്ത ആൾക്കാർ ഇവിടെ കുറേ ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ എത്ര വയസ്സായി നോക്കുന്നത്, എത്ര കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കാമല്ലോ വീണ്ടും, ഇല്ലേ? ഇപ്പം ഈ ബ്രഹ്മാവിൻ്റെ സമയത്തും നമ്മൾ ഇത്രയായില്ലേ. അപ്പം ഇതിൻ്റെ മുന്നത്തെ സമയം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ഇതിന് ഒരറ്റമില്ല നോക്കുകയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇപ്പോഴും ഈ ഭൗതിക ശരീരത്തിൽ നമ്മൾ രക്ഷപ്പെട്ടില്ല എന്നതിൻ്റെ അർത്ഥമാണ്. മനസ്സിലായി? അപ്പോൾ അത്ര നമ്മൾ ജന്മങ്ങളെടുത്തു. നമ്മളിപ്പോൾ പ്രായം നോക്കിയിട്ട് ഞാൻ പറയല്ലേ പറയുമ്പോഴും ഈവൻ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്നല്ലേ പറയുന്നത്. നമ്മൾ തന്നെയാണ് പറയുന്നത് ഇവിടെ. ഡിവോട്ടീസിൻ്റെ എന്താണ് ഹരേ കൃഷ്ണ ടു ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ എന്താ? മരണത്തിലേക്ക് ഒരു വർഷം കൂടി കഴിഞ്ഞു എന്നാണ് പറയുന്നത്. നമ്മുടെ സമയത്തിന് സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാവും. നമ്മൾ ചിന്തിക്കുകയാണ് നമ്മുടെ ടോട്ടൽ ഇത്ര ഏജ് ഉണ്ട്, നമുക്ക് തന്നിട്ടാൽ വിട്ടി, ഇത്ര ശ്വാസം ഉണ്ട്, അത് കറക്റ്റായിട്ട് അതുവരെ എത്തുന്നതിൽ ഇത്രയും കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. ഇവിടെ ലെസ്സായിരുന്നു നമുക്ക് ടോട്ടൽ തന്നിട്ട്. നമ്മളിപ്പോൾ ഇതൊന്ന് ബാങ്കിലുള്ള ബാലൻസ് ഒരു ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കണ പോലെ എടുക്കുമ്പോൾ സന്തോഷം ഉണ്ടാവും നിങ്ങൾക്ക്. എന്താ കാര്യം? അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണത്. അതിനാണ് നമ്മളോട് സന്തോഷിക്കുന്നത്. അപ്പോൾ അന്നേരം നമുക്കറിയാൻ പറ്റും നമ്മുടെ മനുഷ്യന്മാരുടെ സ്ഥിതി എന്താണ്, നമ്മൾ എവിടെ വരെ മനസ്സിലാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. അതേ നമുക്ക് മനസ്സിലാക്കാം. നമ്മളെവിടെയാണ് നിൽക്കുന്നു, നമ്മളെന്താ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അതിനെ മനസ്സിലാക്കാം. പക്ഷെ ഒരു കാര്യമാണ്, നമുക്ക് എന്താ വേണ്ടത്? അന്തകാലേച്ച മാമേവസ് വരൻ മുക്താക്കളയവരം. അതാണ് കൃഷ്ണൻ എന്ത് പറഞ്ഞു. അത് ആസിറ്റീസ് എടുക്കാൻ കഴിവുണ്ടായാൽ ആൾ ബുദ്ധിമാനാണ്. അതിലെന്തെങ്കിലും ഡിസ്കൗണ്ട് ഇട്ട് എടുക്കുകയാണെങ്കിൽ ബുദ്ധി കുറഞ്ഞു നിർത്തും. നായം ചേർത്ത് കഴിഞ്ഞാൽ പോയി കാര്യം. ഇതാണ് കാര്യം. നമുക്ക് അറിയണം നമ്മൾ എന്താണ്, ആരാണ്. നമ്മൾ കൃഷ്ണൻ്റെ ദാസനാണ്, അല്ലേ? പ്രഭുപാദ പറയുന്നില്ല, ബാക്ക് ടു ഗോഡ് ഹെഡ്. അതാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അതിന് സാധിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം?
വേറെ വഴി എന്തെങ്കിലും ഉണ്ടോ? ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂട്ടമതേ വിഡ്ഢികളെയെന്ന്. ദിവസം അമ്പലത്തിൽ നിന്ന് കേൾക്കാം, ഞാൻ കേൾക്കുന്നുണ്ട്. പാട്ടിടുന്ന ആൾക്ക് കേൾക്കില്ല, കേൾക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. മൂട്ടം വായിച്ച് വിഡ്ഢികളെന്നാണ് വിളിക്കുന്നത്. മത്തി ബുദ്ധി മൂട്ടന്മാരായ ആൾക്കാർ നിങ്ങൾ ഗോവിന്ദനെ ഭജിക്കുന്നു, അതാ പറയുന്നത്. പക്ഷേ ഒരു ഗതിയില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്, അതാ പറഞ്ഞത്. അത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല, ഗതി കിട്ടിയില്ല. നമ്മൾ ഗതി കിട്ടിയാൽ ഇവിടെ തിരിച്ചു വരില്ലല്ലോ. നമ്മൾ അധോ ഗതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് മെറ്റീരിയൽ വേൾഡിൽ നമ്മുടെ ഗതി അധോ ആണ്. പക്ഷേ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിയണം, സത്ത ഗുണത്തിൽ വന്ന് അല്ലേ നമ്മൾ മുകളിലേക്ക് പോവാൻ. അതുപോലെ അധോ ഗച്ഛന്തി താമസ എന്ന് പറയുന്നത്, താമസ ഗുണത്തിലെ ആൾക്കാർ അധോ ഗച്ഛന്തി. ഊർജം ഗച്ഛന്തി സത്വസ്ഥ, സത്വ ഗുണത്തിലെ ആൾക്കാർ ടോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായി? ശുദ്ധ സത്വത്തിലായിക്കഴിഞ്ഞാൽ എന്താവും? കൃഷ്ണ കോൺഷ്യസായിക്കഴിഞ്ഞാൽ അവിടേക്ക് എത്തുന്നു. അല്ലെങ്കിൽ വെറും സത്വാവസ്ഥ, അതിൻ്റെ സത്വം എന്നുള്ള അതിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ, മെറ്റീരിയൽ സത്വം ആണെങ്കിൽ എന്തുണ്ടാവും? ഈവൻ നമുക്ക് സ്വർഗത്തിലൊക്കെ പോവാം, സ്വർഗങ്ങളൊക്കെ പോകാൻ കിട്ടും. പിന്നെയും വരാൻ ക്ഷീണ മുന്നേ മറ്റ് ലോകം വിശന്തി, ക്ഷീണ മുന്നേ മറ്റ് ഏവം ത്രഹി. ഇങ്ങനെയുള്ള ഈ 3 ഗുണങ്ങളുടെ ഇത് കിടന്ന് കറങ്ങിയിട്ട് എന്തായി? ഗതാഗതം കാമകാമാല ബന്ധേ. ഈ പോക്കുവരം ഉണ്ടല്ലോ, ഗതാഗതം എവിടേക്ക് പോകുന്നത്? തമോഗുണത്തിലാണെങ്കിൽ താഴോട്ട് പോയി അല്ലേ. അതുപോലെ രജോഗുണത്തിലാണെങ്കിൽ മധ്യേ തിഷ്ഠരി രാജസ. ഊർധം ഗച്ഛന്തി സത്വ, സത്വത്തിലാണെങ്കിൽ മുകളിലേക്ക് പോയി, അല്ലെങ്കിൽ മിഡിലിൽ വന്നു, അല്ലെങ്കിൽ അധോ ഗച്ഛന്തി. ഗതാഗതം കാമകാമാല ബന്ധം. ഈ ഗതാഗതം എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആഗ്രഹങ്ങളെ കൊണ്ട്. ആഗ്രഹങ്ങളെ കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ഇന്ദ്രിയ പീഡനം ആണ് അതിൻ്റെ കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പ്രഹ്ലാദ മഹാരാജ് പറഞ്ഞ്, നരസിംഹ ഭഗവാൻ ചോദിക്കുന്നു, എന്തെങ്കിലും വരം ചോദിക്കുന്നു. പറയുമ്പോൾ എന്താ പറയുന്നത്? കാമ്യാനാം, ഈ ആഗ്രഹങ്ങളുണ്ടല്ലേ, അതിനെ സ്റ്റോപ്പാക്കാനുള്ള വരം തരുമെന്ന്. ആഗ്രഹങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. കാമ്യാനാം ഹൃദയ അസംരോഹം എന്ന് പറയുന്നത്. ഹൃദയത്തിലെ ആ ആഗ്രഹങ്ങൾ ഇതുണ്ടല്ലോ, അതില്ലാതെ അവിടെ അതിനുള്ള വരം തരുമെന്ന് പറയുന്നത്. ബുദ്ധിയുള്ള ആൾക്കാർ ചോദിക്കുന്നത്, നമ്മളെന്താ ചോദിക്കുക? നമ്മുടെ കയ്യിൽ ധാരാളം ലീസ്റ്റായിരിക്കും, നമുക്ക് പല കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണ്, നമ്മൾ വളരെ വലിയ ലീസ്റ്റായിരിക്കും. ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ശുദ്ധസത്തിൽ വരുന്ന ഗ്രൂപ്പിനെയാണ് വൈഷ്ണവരെന്ന് പറയുന്നത്. സത്വഗുണത്തിലതും അവർക്ക് സാധിക്കാം, അതിനേക്കാൾ കയറാൻ ചാൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു അസോസിയേഷൻ കിട്ടുകയാണെങ്കിൽ കയറാം. സത്വത്തിലെത്തിയുള്ള ആൾക്കാർ പെട്ടെന്ന് കയറും. പെട്ടെന്നവർക്ക് മനസ്സിലാക്കാനുള്ള ഇതുണ്ട്.